ഹലോ, ഡേ 2 ഓഫ് റെനോവേഷനാണ്. നമ്മൾ ഫ്രണ്ടിൻ്റെ സ്ഥലത്തേക്ക് പോവുകയാണ്. നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ഇട്ടതുപോലെ തന്നെ സെയിം ട്രെയിൻ കാത്തുനിൽക്കുകയാണ്. നമ്മൾ ട്രെയിൻ കാത്തു നിൽക്കുകയാണ്. എന്നിട്ട് നമ്മൾ നേരെ പോയി ഒരു മണിക്കൂറുണ്ട് യാത്ര. അപ്പോൾ ഇന്ന് നമ്മൾ ഇങ്ങനെ പയ്യപ്പോൾ എല്ലാ ദിവസവും നമ്മൾ റെനോവേഷൻ വീഡിയോ ഇടുന്നതായിരിക്കും നമ്മൾ പോകുന്ന ദിവസമൊക്കെ. അപ്പോൾ എന്തായാലും നമ്മൾ ഫുഡൊക്കെ പാക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഫുഡ് നിങ്ങളെ ട്രെയിനിൽ കയറിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ കുറച്ച് ട്യൂണ വിത്ത് റൈസാണ് നമ്മൾ എടുത്തത്. അപ്പോൾ നമ്മൾ ആ ബോഗിയിൽ നിന്ന് ജസ്റ്റ് വെളിയിലോട്ട് ഇറങ്ങി. കാരണം നമ്മൾ ബോഗിക്കകത്തിരുന്ന് കഴിച്ച് കഴിഞ്ഞാൽ ഫുള്ള് ഇന്ത്യൻ മസാലയുടെ മണം ആ ബോഗിക്കകത്ത് കയറും. ഇവിടെ ഇതിനകത്ത് നമ്മുടെ നാട്ടിലെ പോലെ ജനലും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഫുള്ള് മണം വന്നു കഴിഞ്ഞാൽ പിന്നെ പുറത്തേക്ക് പോകത്തില്ല. അപ്പോൾ എന്തായാലും കഴിച്ചു കഴിഞ്ഞാൽ വേണം. ഇവിടെ ഒരാൾ ഫുഡ് അടി തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും കഴിച്ചു കഴിഞ്ഞാൽ വേണം. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു ഷോപ്പിൽ വന്നിരിക്കുകയാണ് വുഡ് ചിപ്പർ വാങ്ങാൻ വേണ്ടിയിട്ട്. ഇവിടെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വിൽക്കുന്ന സ്ഥലമാണെങ്കിലും ഒരു ഫ്രൂട്ട്സും വെജിറ്റബിൾസൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ നേരെ ഇതാണ് നമ്മുടെ ഷോപ്പ്. സൈക്കിളൊക്കെ ഉണ്ടല്ലോ. ഓഫറാട്ടോ. ഇതാണ് അപ്പോൾ നമ്മൾ വാങ്ങാൻ പോകുന്ന വുഡ് ചിപ്പർ. 100 യൂറോയാണ് ഇത്. അങ്ങനെ നമ്മളൊരു സാധനം കണ്ടു വെച്ചിട്ടുണ്ട്. അതറിയില്ല എന്താണ് അവസ്ഥ എന്ന്. അതെ, നമ്മൾ ഗൂഗിൾ റിവ്യൂ ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഫൈനലി സാധനം കിട്ടിയിരിക്കുകയാണ്. ആ കാണുന്ന ആ നേരത്തെ കാണിച്ച ആ കുഞ്ഞു സാധനം തന്നെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇതിന് ഓൾമോസ്റ്റ് 100 യൂറോന് അടുപ്പിച്ചുണ്ട്. സ്റ്റിൽ അതിനൊരു പാർട്ട്ണർ കാർഡ് എന്ന് പറഞ്ഞൊരു കാർഡുണ്ട്. അങ്ങനെയാണെങ്കിൽ വില കുറവായിരിക്കും അല്ലേ. ഇനി നമുക്ക് ഗാർബേജ് ബാഗാണ് വേണ്ടത്. ഗാർബേജ് ബാഗാണ് നമുക്ക് വേണ്ടത്. ഈ വുഡ് ചിപ്പർ സെറ്റ് ചെയ്യുമ്പോൾ വരുന്ന സാധനം എടുത്ത് വേറെ എവിടെയെങ്കിലും കൊണ്ടുപോകാൻ വേണ്ടി ഒരു വലിയ ബാഗ് തപ്പാണ്. എല്ലാം കൂടെ 125 യൂറോണ് ആയിരിക്കുന്നത്. ഇനി ഇത് അവിടെ പോയി നമുക്ക് അൺബോക്സ് ചെയ്ത് വുഡ് ചിപ്പിംഗ് ഒക്കെ എങ്ങനെ സെറ്റ് ചെയ്ത് നോക്കാം. നമ്മൾ ഗാർഡന് വേണ്ടിയിട്ട് ഗാർഡനിലിരുന്ന് പണിയെടുക്കാൻ നീ പാഡ് വാങ്ങാൻ വന്നതാണ് നമ്മൾ. അപ്പോൾ നമുക്ക് ഈ റെനോവേഷനെ കുറിച്ച് അത്ര ഐഡിയ ഒന്നുമില്ല. നമ്മൾ അപ്പം ഇതിൻ്റെ കൂടെ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ പഠിക്കുകയാണ്. 3 ബക്കറ്റ് എടുത്തിട്ടുണ്ട് നമ്മൾ. എന്തിനാണെന്നറിയത്തില്ല. പണിയൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം കുളിക്കും. നമ്മൾ ഗാർഡനിൽ മുട്ടുകുത്തിയിരുന്ന് ഗാർഡൻ ചെയ്യാനുള്ള പാഡ്. അപ്പം നമ്മൾ ഈ ബിൽഡിങ്ങിൻ്റെ ജസ്റ്റ് സൈഡൊക്കെ ഒന്ന് കാണിക്കാം. സൈഡും ബാക്ക് സൈഡും നമ്മൾ ഏകദേശം ഇവിടുത്തെ കാടും പടലയൊക്കെ പറിച്ച് കളഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒരു ഡോറുണ്ട്. അപ്പോൾ ഇവിടം വരെ ഉള്ളൂ. ഇത് ഒരാളുടെ സ്ഥലമാണ്. അപ്പം എനിക്ക് തോന്നുന്നു ഇതായിരുന്നു ഇവിടെ ഈ ബിൽഡിങ്ങിൽ
ഇന്നാണെങ്കിൽ നല്ല വെയിലുണ്ട്. അപ്പോൾ എന്തായാലും പിന്നെ എന്തെങ്കിലും റെനോവേറ്റ് ചെയ്യുന്ന സമയത്ത് കാണിച്ചു തരാം. ഞാൻ ആദ്യം നമ്മൾ ഇതുമായിട്ട് ഒക്കെ. അപ്പോൾ നമ്മുടെ വുഡ് ചിപ്പർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യോ ഇല്ലയോ നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് അടിക്കാൻ പോവുകയാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ മെഷീൻ ഓക്കെയാണ്. ഇനിയിപ്പോൾ നമുക്ക് ഈ കിടക്കുന്ന ഫുള്ള് സാധനവും ഇതേപോലെ ആക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ കുറേ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് നല്ല പണിയുണ്ട്. ഈ പച്ചല ഇതിനകത്ത് കയറില്ല. ഏകദേശം നമ്മൾ തീരാറായി ഗാർഡൻ. ഇനി നമ്മൾ ഒരു കോക്ക് ബ്രേക്ക്. നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഈ ഫ്രിഡ്ജ്, ഒരു വലിയ ഫ്രിഡ്ജാണ്. ഇത് താഴെ എത്തിക്കണം. ഇതാണ് നമ്മുടെ ടൂൾ. ഫ്രിഡ്ജ് വെളിയിലെടുത്തിട്ടുണ്ട്. ഇപ്പം ഈ ഫ്ലോറിങ് മൊത്തം മാറ്റാം എന്നുള്ള ഇതിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. അല്ല, ആർത്തർ ആദ്യം വന്ന് വൃത്തിയാക്കാന്നല്ലേനോ പറഞ്ഞു. എന്നിട്ട് അങ്ങനെ എന്ത് ഇവര് ഫ്ലോർ പൊക്കിയാണ്. എന്തേ അത്രയും കട്ടിയ നല്ല കട്ടിയ.
റെഡി. ഇവിടെ ഒരു കിടിലം പാർക്കുണ്ട്. ഇവിടെ എനിക്കൊന്ന് അവിടെ നിന്ന് വരണോ, അതാണ് ഹൈറ്റ്. അവിടെ പോയിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരണം. അല്ല, അതിനകത്ത് കയറി നിൽക്കണം, അവിടെ കാലി വെട്ടിയിട്ട്. നമ്മുടെ ആൾക്കാരൊക്കെ ഇവിടെ നോക്കി ഇപ്പോൾ ഉണ്ട്. ആ റെഡി. ആ ഇല്ലില്ല. നൈസ്. മതി പറ. മാത്രമാണ് മുറിക്കാൻ പോകുന്നത്. നമുക്ക് ഗൈസ്, നമ്മളങ്ങനെ ഏകദേശം പരിപാടി തീർന്നിട്ടുണ്ട്. നമ്മളിതിൻ്റെ ഫുള്ളും ഊരി ഇനി ഒരെണ്ണം കൂടെ ബാക്കിയുള്ളു. ഏകദേശം ഫുള്ള് നമ്മൾ തീർത്തിട്ടുണ്ട്. യെസ് ഗൈസ്, പണിയെടുത്ത പരിപാടിയായിരുന്നു. ഇതാണ് നമ്മുടെ ഗാർഡൻ. ഇത് ഏകദേശം ഇതായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെയും കുറേ ഇതുണ്ട്. എന്തെങ്കിലും പറയണ്ടോ? ഒന്നുമില്ല, നമ്മൾ സെക്കൻഡ് ഡേയിലും സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആക്കിയിരിക്കുകയാണ്. എന്തെങ്കിലും ഇയാൾക്ക് പറയാനുണ്ടോ? അങ്ങനെ നമ്മൾ റെനോവേഷൻ്റെ സെക്കൻഡ് ഡേ ഇവിടെ അവസാനിക്കുകയാണ്. സോ ടയേർഡ്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് അതെ. അപ്പോൾ നിങ്ങൾ ഈ റെനോവേഷൻ പരിപാടികളൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ ഫോളോ ചെയ്യുക. നമ്മളിനി ഇതിൻ്റെ ഓരോരോ എല്ലാ ദിവസവും ഇതിൻ്റെ അപ്ഡേറ്റ് ഒക്കെ ഇടുന്നതായിരിക്കും. ഓക്കെ, ബൈ.